ഓക്കെ, നമ്മൾ ബാക്ക്ലിങ്സ് എന്താണെന്ന് പറഞ്ഞു, 2 ടൈപ്സ് ഓഫ് ലിങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ലിങ്ക്സ് ഉണ്ട് എന്ന് വെച്ചാൽ ക്ലാസിഫൈഡ് സബ്മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ടറി സബ്മിഷൻ ഉണ്ട്, പ്രൊഫൈൽ സബ്മിഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ സബ്മിഷൻ ഉണ്ട്, ഗസ്റ്റ് പോസ്റ്റ് ഉണ്ട്, PR ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ലിങ്ക്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന ബാക്ക് ലിങ്ക് ആണ് ഒന്ന് ഗസ്റ്റ് പോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ PR. ഓക്കെ, PR എന്ന് പറയുമ്പോൾ നമ്മുടെ TV-യിൽ മാഗസീൻസിലെല്ലാം നമ്മുടെ എന്തെങ്കിലും ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വെബ്സൈറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഗസ്റ്റ് പോസ്റ്റ്. വേറൊരാളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വേറെ ആരുടെ ഒരു ഡയറക്ടറിയിൽ എന്തിലെങ്കിലും ആയിട്ട് നമ്മുടെ ഒരു ആർട്ടിക്കിൾ, നമ്മളൊരു ബ്ലോഗ് പബ്ലിഷ് ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലിങ്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ബ്ലോഗ് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ആക്കുകയും നമ്മളെ കീവേഡ് മെൻഷൻ ചെയ്തിട്ട് ഒരു ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കീവേഡ് റാങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ അതോറിറ്റി ബിൽഡ് ആവാനും അത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും. അപ്പോൾ മാക്സിമം ഗസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് നമ്മൾ റിസർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, അതിൽ ബ്ലോഗ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ക്ലാസിഫൈഡ്, അതുപോലെ തന്നെ ഡയറക്ടറി ലിങ്ക്സ്, അതുപോലെ തന്നെ പ്രൊഫൈൽ സബ്മിഷൻ ലിങ്ക്സ്, അത് ഏകദേശം ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ചെയ്യുന്നത് ത്രൂ നമ്മുടെ അതോറിറ്റി ബിൽഡ് ആവുമെങ്കിലും അതൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഗസ്റ്റ് പോസ്റ്റ് അതുപോലെ തന്നെ PR ഒക്കെ ബാക്കിയുള്ള ബാക്ക് ലിങ്ക്സിനേക്കാൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന 2 കാറ്റഗറിയാണ്. ഓക്കെ, മാക്സിമം എല്ലാവരും ഈ ഒരു ഗസ്റ്റ് പോസ്റ്റ് അതുപോലെ തന്നെ PR എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് എമൗണ്ട് ചിലവാകും. ഇപ്പോൾ PR ചെയ്യുമ്പോൾ ഇപ്പോൾ TV-യിലാണെങ്കിലും മാഗസീൻസിലൊക്കെ നമ്മുടെ എന്തെങ്കിലും ഒരു ന്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് പോകുന്ന കേസുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഫ്രീ ഗസ്റ്റ് പോസ്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അത് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. അത് ത്രൂ നമ്മുടെ കീവേഡ് റാങ്ക് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അതോറിറ്റി ബിൽഡാക്കുക, ക്രെഡിബിലിറ്റി ബിൽഡാക്കുക. അത് ത്രൂ നമ്മുടെ ട്രസ്റ്റ്, ഗൂഗിളിൽ നമ്മുടെ ട്രസ്റ്റിനെ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മളൊരു വെബ്സൈറ്റ് ബാക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം.